ലൈക്ക്. ഇന്ന് ഞാൻ വൈകുന്നേരം രാത്രിയിലെ വിശേഷങ്ങളാണ് കേട്ടോ. രാത്രി മുതൽ രാവിലെ വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ രാത്രി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നാളെ എന്താണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. ലഞ്ചിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ നമുക്ക് രാവിലെ പെട്ടെന്നുണ്ടല്ലോ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാൻ നാളെ മുരിങ്ങയില ചക്കക്കുരു ഇട്ടിട്ട് വെക്കാനാണ് വിചാരിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളും ഒക്കെ റെഡിയാക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ടൈമിന് തന്നെ നമ്മൾ അലക്കി ഉണക്കിയ തുണികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ രാത്രി തന്നെ മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിറ്റേന്നേക്കിന് വെക്കാതെ തന്നെ കൊണ്ടുവരുമ്പോൾ തന്നെ അങ്ങനെ മടക്കി വെച്ചാൽ പിറ്റേന്ന് സുഖമായിട്ട് നമുക്ക് വേഗം പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ പറ്റിയില്ലെങ്കിൽ കിടക്കണതിന് മുന്നേ എന്തായാലും അത് ചെയ്തു വെക്കാം കേട്ടോ. അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഫുഡ് കഴിച്ച് അതിനുള്ള പാത്രങ്ങളൊക്കെ മോറി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പണിക്ക് നിന്നത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വെച്ച് മാറ്റി വെക്കാം കേട്ടോ. മുരിങ്ങേൻ്റെയും ഒക്കെ ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ തോരനായിട്ട് ഇടിച്ചക്ക ഉണ്ടല്ലോ, ചെറിയ ചക്ക, അതാണ് വെക്കുന്നത്. അതും ഞാൻ കട്ട് ചെയ്ത് കണ്ട് ഒരു പാത്രത്തിലാക്കി വെക്കുകയാണ്. എന്നാൽ രാവിലെ നമുക്ക് പെട്ടെന്ന് ഇത് അരിയാനൊന്നും നിൽക്കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് തന്നെ കട്ട് ചെയ്ത് ഇടുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അവിടെ തോനെ ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഈ പാത്രം കൊണ്ട് തന്നെ കൊണ്ടുപോയി കൊട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനൊരു മുറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് എല്ലാ വേസ്റ്റും ഇട്ട് വെക്കുന്നത്. ലാസ്റ്റ് ഇത് കൊണ്ടുപോയി കളഞ്ഞാൽ മതിയല്ലോ. പിന്നെ നമ്മൾ കുറേ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇരുന്ന് കണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ കുറച്ച് ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ കാലുവേദന അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇരുന്നിട്ട് ചെയ്താൽ ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മോറി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കിടന്നു കേട്ടോ. പിന്നെ രാവിലെയാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ള കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ കട്ടിപ്പത്തിരി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. നൈസ് പത്തിരിൻ്റെ മാതിരി തന്നെയാണ്, പക്ഷേ അത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൂ കേട്ടോ. ആദ്യം ഗ്രീൻ പീസ് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി കട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള വെള്ളം വാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നൈസ് പത്തിരിക്ക് വാട്ടണ പോലേക്ക് വാട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടി. അപ്പോഴേക്ക് ഇതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഒരു 4-5 ചെറിയുള്ളിയും കുറച്ച് തേങ്ങ, 2 പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ ജീരകം കുറച്ച് ഇട്ടിട്ട് ചെറിയ ജീരകം ഇട്ടിട്ട് അത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടിട്ട് അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് തിളച്ച് വന്നപ്പോഴേക്ക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയുള്ളൂ. നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കില്ല, അതേ ടേസ്റ്റ് തന്നെയാണ് ഇതും. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി കൈവച്ചിട്ട് കുഴച്ചെടുക്കുക. കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ തടവിയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. എന്നാൽ ചൂട് വല്ലാതെ അറിയില്ലല്ലോ. അങ്ങനെ അതൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ട് ഇത് പരത്തിയെടുക്കാം കേട്ടോ. ഇതൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പൊടി ഒട്ട് പരത്തൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നല്ല കട്ടിയിൽ തന്നെയാണ് പരത്തിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറിയ ബോളാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്തെങ്കിലും കട്ടറോ എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ട അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതാ ഇത്രയും കട്ടിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഇത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കുക. നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കുമ്പോൾ
അങ്ങനെ ഇതിലേക്ക് ഇട്ട് കാണണമല്ലോ, എണ്ണയിലിട്ടാണല്ലോ പൊരിക്കുക. ഇതങ്ങനെയല്ല കേട്ടോ. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ പീസ് അവിടെ വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് അതവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സവാളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അത് നന്നായി വാട്ടിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നന്നായി വാടി വരട്ടെ. അതിൻ്റെ ഇടയിൽ ഇതും നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്. അത് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അല്ലാതെ ഇതുപോലെ തന്നെ അങ്ങനെ പൊരിച്ചെടുത്താൽ മതി. തിരിച്ചും മറിച്ചിട്ട് അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലയും 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതുണ്ടല്ലോ അതും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളിയും എരിവിന് ആവശ്യത്തിന് കുറച്ച് പച്ചമുളകും ഇട്ടെടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച കടലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതും ചേർത്ത് നന്നായി അരച്ചെടുക്കുക കേട്ടോ. അത് ചേർക്കുന്നത് കറി നല്ല കുറുന്നനെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അത് നന്നായി അതും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ആക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിൾ, നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഗ്രീൻ പീസ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലഞ്ചിനുള്ള പരിപാടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നല്ല അടിപൊളി കട്ടിപ്പത്തിരിയും ഗ്രീൻ പീസ് കറിയുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് കറി ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. കടലൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടൈറ്റ് കുറുന്നനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം ഞാൻ പിന്നെ ലഞ്ചിനുള്ള പരിപാടികൾ റെഡിയാക്കുകയാണ്. നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചുകൊണ്ട് തന്നെ രാവിലെ പിന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാമല്ലോ. അങ്ങനെ അത് വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടി കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി അരച്ചെടുക്കുക. നമുക്ക് ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ മാഗ്നേറ്റ് ചെയ്യാനും വേണ്ടി വെക്കുകയാണ് കേട്ടോ. അത് മസാലയൊക്കെ പിടിച്ചോളും. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് വിനീഗറൊക്കെ ചേർത്തുകയാണ് നന്നായി കുഴച്ച് ഇതിലേക്ക് നമ്മൾ മീനിട്ടിട്ട് അതവിടെ കുഴച്ച് മാറ്റി വെക്കുക കേട്ടോ. അപ്പോഴേക്കും ചക്കക്കുരുവിൻ്റെ കുക്കറിൽ വിസിലൊക്കെ വന്ന് 3 വിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. സ്റ്റൗ ഓഫാക്കി. അങ്ങനെ അതിൻ്റെ ഇതൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുരിങ്ങ ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. മുരിങ്ങ നന്നായി വെന്ത് വരട്ടെ കേട്ടോ. വെള്ളം കമ്മിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ മുരിങ്ങ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഇത് തൂമ്പിച്ച് ഉണ്ടാക്കാനുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇല്ല പാത്രങ്ങൾ അപ്പോൾ മോറി വെച്ചാൽ നമ്മൾ പണികളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളെ കിച്ചൺ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം വരെ എല്ലാ പാത്രങ്ങളൊക്കെ വേഗം ക്ലീൻ ചെയ്യാണ് കേട്ടോ. ക്ലീനിങ്ങും അതിൻ്റെ അടിയിൽ തന്നെ തീർത്താൽ നമ്മൾ കിച്ചണത്തെ മറ്റു പണികളൊക്കെ തീരുമ്പോഴേക്കും നമ്മൾ ഈ പണികളും തീർന്നു കിട്ടും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കട്ടോ. പാത്രങ്ങൾ അവിടെ കൂടി വെച്ചാൽ പിന്നെ ഈ പണി കഴിഞ്ഞിട്ട് പിന്നെ പാത്രം മോറി അപ്പോൾ നമുക്കൊരു മടുപ്പേക്കാരം. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു വെക്കുക. അങ്ങനെ പാത്രം മോറി കിച്ചണൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ.
അപ്പോഴേക്കും മുരിങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുരിങ്ങയ്ക്ക് തോനെ വേവുന്നില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഞാൻ അരപ്പൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ തിളക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരട്ടെ. ഇതിലേക്ക് അപ്പോൾ തന്നെ അപ്പുറത്ത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ചട്ടി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ 2 പണിയും പെട്ടെന്ന് തീർന്നിട്ടുമല്ലോ. കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. ഇതിലേക്ക് ചെറിയുള്ളിയും 2 വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും ചെറുതായി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി മൂത്ത് വരട്ടെ. അപ്പോഴേക്കും മീൻ പൊരിക്കാനുള്ളത് കൂടിയും അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ 2 പണി കൂടിയും പെട്ടെന്ന് തീർന്നു കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇടിച്ചക്ക ഉണ്ട്. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടിച്ചക്ക വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ നന്നായി വെന്ത് വന്നു. ഇനി ഇതിലേക്കുള്ള അരപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് തേങ്ങയും ചെറുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അതും അതിലേക്ക് ചേർത്ത് അതൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്കതൊന്ന് കടുക് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കടുകും ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ ഇതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി രാവിലെ തന്നെ നമ്മളെ അടുക്കളയിലെ ജോലികളൊക്കെ തീർന്നു. ഇനി നമ്മളെ ബാക്കി പണികളും തീർത്താൽ നമ്മൾ ഫ്രീ ആയില്ലേ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഇടിച്ചക്ക തോരനും മുരിങ്ങാക്കറിയും മീനും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ തലേന്ന് തന്നെ എല്ലാ ബാക്കി പണികളൊക്കെ തീർത്ത് വെച്ചാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് പണികൾ ചെയ്ത് തീർക്കാം. അങ്ങനെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.